അല്ലേ? അവര് വന്നില്ലേ? അയ്യോ, അച്ഛമ്മ കിടപ്പില്ല. എടാ മോനെ, ഇതാണ് കർമ്മ. മനസ്സിലായില്ലേ? ഞങ്ങളുടെ കുടുംബം തകർത്തതിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. അനുഭവിക്കണം. അനുഭവിച്ചേ തീരൂ. ഏട്ടാ, തെറ്റ് ചെയ്തത് ഞങ്ങളല്ലേ? ഞങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞു. കേൾക്കാൻ വിധിക്കപ്പെട്ടവരാ. പക്ഷേ എന്റെ ഭർത്താവിന്റെ അമ്മയെ ശപിക്കരുത്. ഓ, അമ്മായിയമ്മ പറഞ്ഞപ്പോ നിനക്ക് വല്ലാതെ അങ്ങ് പൊള്ളി അല്ലേ? ആ, എങ്കിലേ ഞാൻ ആ പ്രസ്താവന അങ്ങ് പിൻവലിക്കുക. കുടുംബത്തിന് പേരുദോഷം വരുത്തി വെച്ച നീയാണോടി ഇനി അനുഭവിക്കാൻ പോണത്. അനങ്ങാൻ പറ്റാതെ തളർന്നു കിടക്കും നീ നിന്റെ വീട്ടില്. എന്നാ അമ്മാവൻ അതൊന്ന് പിൻവലിച്ചേക്ക്. എന്റെ അമ്മയെ പറഞ്ഞാലേ കേട്ടു നിൽക്കാൻ എനിക്കാവില്ല. നീ എന്ത് ചെയ്യൂടാ ചേർക്ക? എന്റെ കൈക്കരുത്തി ഞാൻ അറിയിക്കും. വേണ്ട, കൈക്കരുത്തറിക്കാനൊന്നും പോണ്ട. രക്തബന്ധമുള്ളവർ തമ്മിൽ നാളെ അങ്ങ് ഒന്നിക്കും. അവർ തമ്മിൽ പറഞ്ഞതൊക്കെ അങ്ങ് മറക്കുകയും ചെയ്യും. പക്ഷെ അനന്തരവനായി നിങ്ങൾ അമ്മാവനെ തല്ലാൻ മുതിർന്ന അതങ്ങനെ ഓർമ്മയായിട്ട് തന്നെ നിൽക്കും. അതോട് തല്ലാനും പിടിക്കാനൊന്നും പോണ്ട. മിണ്ടാതെ ഇവിടെ നിന്നാ മതി. ആ സത്യം മനസ്സിലാക്കിയിട്ടാ ഞാനും മനോജും മിണ്ടാതിരിക്കുന്നത്. പക്ഷെ വന്ദനയുടെ ഭർത്താവ് എന്ന നിലയിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങളുടെ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ശത്രുത ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. രണ്ടു കൂട്ടർക്ക് അത് ഗുണം ചെയ്യില്ല. വകയും വസ്തുവൊന്നും കൊടുക്കണമെന്നില്ല. രക്തബന്ധത്തെ മാനിച്ച് സൗഹൃദത്തോടെ കഴിയാനെങ്കിലും മനസ്സുണ്ടാവണം. ഇട ചേർക്കാതെ ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. ഈ ജന്മം മുഴുവൻ നിന്റെ ഈ ചന്ദ്രിയാമയില്ലേ, അവളുമായിട്ട് എനിക്കൊരു പുലബന്ധം പോലും ഉണ്ടാവില്ല. നിന്നെ നിന്റെ കുടുംബത്തെയൊക്കെ തകർക്കാൻ പറ്റുന്ന ഏത് സന്ദർഭവും അത് ഞാൻ പാഴാക്കില്ല. അങ്കിളും ആന്റിയും എനിക്ക് മാപ്പ് തരണം. വന്ദന ചേച്ചി, വർഷയ്ക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ലെന്നറിയാലോ. അറിയാതെ പറ്റിപ്പോയതാ. മാപ്പ് തരണം. വർഷയോടും ഞാൻ മാപ്പ് ചോദിച്ചെന്ന് പറയണം. അമ്മയെ ആ അവസ്ഥയിൽ കിടത്തിയിട്ടുള്ള യാത്ര നമ്മളെങ്കിലും ഒഴിവാക്കണമായിരുന്നു അല്ലേ? അച്ഛാ, നിങ്ങളുടെ രണ്ടാം താലികെട്ട് ദിവസമാണിന്ന്. നിങ്ങളായിട്ട് വിഷമിച്ച് മറ്റുള്ളവരെ കൂടി കരയിപ്പിക്കരുത്. ചടങ്ങുകളെല്ലാം സന്തോഷമായിട്ട് തന്നെ നടക്കട്ടെ. അച്ഛാ, അമ്മേ, എല്ലാം മറന്നേക്ക്. ചന്ദ്രു, എനിക്ക് ജഗനെ ഇഷ്ടമാണ്. ഇനി ഒരിക്കലും പിരിയാനാവാത്ത ഒരുപാട് 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 ഇഷ്ടം. ജഗനെ ജീവന് തുല്യം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയായിട്ടാ ഞാൻ മുന്നിൽ വന്ന് നിൽക്കുന്നത്.
ബോധം കെട്ടി കിടക്കുന്ന അവസ്ഥയിലാണല്ലോ ജയനെന്നെ താലി കെട്ടിയത്. ഒരു പെണ്ണിനെ ചതിയിലൂടെ സ്വന്തമാക്കാൻ നോക്കിയ ജഗനോട് അതെന്റെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന തിരിച്ചറിവ് പിന്നീടാണ് എനിക്കുണ്ടായത്. ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന കുട്ടിയെ, ഞാൻ പ്രസവിക്കാത്ത കുട്ടിയെ സ്വന്തം മോളായിട്ട് ലാളിക്കുന്നത് കണ്ടപ്പോ, നെഞ്ചിലേറ്റി എങ്ങും കൊണ്ടു നടക്കുന്നത് കണ്ടപ്പോ ആ മനുഷ്യത്വം, അവളോട് കാണിക്കുന്ന പിതൃതുല്യമായ സ്നേഹം, അതിനു മുന്നിലാ ഞാൻ തോറ്റുപോയത്. അങ്കിളെ എന്ന് വിളിക്കുന്ന നാവ് കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിക്കാൻ തക്കവണ്ണം ആ കടപ്പാട് വളർന്നിരിക്കുന്നു. ഞാൻ ജയനെ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു.